ഇന്നത്തെ വീഡിയോയിൽ ഒരു ടേസ്റ്റി ആൻഡ് ഈസി മാങ്ങയിട്ട മീൻ പാലുകറിയാണ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കൃഷ്ണാസ് ഫ്യൂഷൻ ആൻഡ് ഫീസ്റ്റ്. അപ്പോൾ ഈ മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് ഒരു 1.25 കിലോക്ക് വെയിറ്റുള്ള ചെമ്പല്ലിയാണ്. നമ്മുടെ കായൽ ചെമ്പല്ലിയാണ്. അപ്പോൾ ആദ്യം തന്നെ മീനൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. മീൻ ഇങ്ങനെ ഉരച്ച് എടുക്കണേക്കാൾ നല്ലത് ഇതുപോലെ ചെത്തി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആയിട്ട് എടുക്കാം. അപ്പോൾ ഇനി വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മാങ്ങ, ഒരു മീഡിയം സൈസ് മാങ്ങ, പിന്നെ വേണ്ട മുളക് പൊടി, ഒരു 3 ടേബിൾ സ്പൂണോളം മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം വെള്ളം ചേർത്ത് കുഴച്ച് ഒരു പരുവത്തിൽ ആക്കിയെടുക്കണം. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പൊടി മൂപ്പിക്കുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കാനും കറിക്ക് നല്ല കളർ ഉണ്ടാവാനും ടേസ്റ്റിനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ തേങ്ങാപ്പാൽ, ഒരു മീഡിയം സൈസ് തേങ്ങാപ്പാലാണ് എടുത്തേക്കുന്നത്. കറി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. എണ്ണ ഒഴിച്ച് ഒരു 3-4 ഉലുവ പൊട്ടിച്ച ശേഷം പച്ചമുളക് നടുവേ കീറി ഇതുപോലെ ഇട്ടത് ഒന്ന് ജസ്റ്റ് ഒരു മിനിറ്റോളം വഴറ്റണം. ആദ്യം പച്ചമുളക് തന്നെ ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. അതിനുശേഷം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞോ ചതച്ചോ ഇടാം. അതും ഒന്ന് മൂപ്പിച്ച ശേഷം മാത്രം ഉള്ളി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. എല്ലാവരും കൂടി ഒരുമിച്ച് വഴറ്റുന്നേക്കാളും ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ വഴറ്റിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റോളം മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് വഴറ്റി കൊടുക്കാം. വഴണ്ട് വരുമ്പോഴേക്കും അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അധികം മൊരിയേണ്ട ഒന്നും ആവശ്യമില്ല. അതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കറി പൗഡറിൻ്റെ പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് എണ്ണ തെളിയണ വരെ ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ല കളറും ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ മീൻകറി ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. പേസ്റ്റ് ആക്കിയ ശേഷം അതിങ്ങനെ നന്നായിട്ട് വഴറ്റി എണ്ണ തെളിച്ചെടുക്കാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കറിക്കൊരു പ്രത്യേക ഭംഗിയായിരിക്കും കാണാൻ, അതുപോലെ നല്ല അടിപൊളി ടേസ്റ്റും ആയിരിക്കും. അതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു മാങ്ങ, ഈ ഒരു സൈസിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് അതും ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യണം. അപ്പോൾ ഞാനൊരു വലിയ തേങ്ങയുടെ പകുതി മുറി പാലാണ് എടുത്തേക്കണം. ചെറിയ സൈസോ അല്ലെങ്കിൽ മീഡിയം സൈസൊക്കെ ആണെങ്കിൽ ഒരെണ്ണം ഫുള്ളായിട്ട് എടുക്കാൻ നോക്കണം. അതപ്പോൾ 2ആയിട്ട് എടുക്കണം. ആദ്യം വെള്ളം ചേർക്കാതെ എടുത്ത് മാറ്റി വെക്കണം പാല്. അതിന് ശേഷം 2ാം പാല് കുറച്ച് വെള്ളം ചേർത്ത് എടുത്ത് മാറ്റി വെക്കണം. ഒരു കപ്പോളം 2ാം പാല് എടുക്കണം വെള്ളം ചേർത്ത്. അപ്പോൾ അതിങ്ങി ആഡ് ചെയ്ത് കൊടുക്കാം. 2ാം പാലാണ് ആദ്യം ആഡ് ചെയ്യേണ്ട. അതിന് ശേഷം അത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഒരു തള വരുമ്പോഴേക്കും നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം പാലിലേക്ക്. ഭയങ്കരമായിട്ട് തള വരണ്ട. ഈ ഒരു പരുവത്തിൽ ചെറുതായിട്ട് തള വരുമ്പോൾ തന്നെ നമുക്കതിനകത്തേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് പെറുക്കി. മാങ്ങയുടെ പുളിയുടെ അളവിനനുസരിച്ച് വേണം മാങ്ങ എടുക്കാനായിട്ട്, പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ തേങ്ങയും എടുക്കുമ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ചെമ്പല്ലി അത്യാവശ്യം വേവുള്ള ദശക്കട്ടിയുള്ള ഒരു മീനാണ്. അപ്പോൾ ഒരു 15 മിനിറ്റോളം ഇത് വേവിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. മീനിട്ട ശേഷം മീൻ ഒന്ന് നന്നായിട്ട് ചുറ്റിച്ചോ അതുപോലെ അല്ലെങ്കിൽ ഇതുപോലെയോ മീനിൻ്റെ ചാറും മീനും തമ്മിൽ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കയ്യിൽ വെച്ച് ഇതുപോലെ ഇളക്കിയിട്ട് മീൻ വെന്ത് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ കയ്യിൽ വെച്ച് ഇളക്കാൻ പാടില്ല, അത് ചുറ്റിച്ചെടുക്കാൻ പാടുള്ളൂ. ഈ ഒരു ടൈമിൽ മീൻ ഇട്ടതുകൊണ്ട് നമുക്ക് ഇളക്കി ആണെങ്കിൽ മിക്സ് ചെയ്യാം. ഒരു 10-12 മിനിറ്റോളം മീൻ ഇതുപോലെ ഇട്ട ശേഷം മൂടി വെക്കണം വേവിക്കാൻ വേണ്ടിയിട്ട്, മീനിൻ്റെ വേവിന് വേണ്ടിയിട്ട്. അതിന് ശേഷം കുറുകി വന്നത് ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് ഫസ്റ്റ് തലപ്പാൽ എന്ന് പറയുന്ന പാല് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം തിളച്ചിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒരു തളവന്ന വിധത്തിൽ വെട്ടി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ചെറിയ രീതിയിൽ തളവന്ന സമയം മാത്രം നമ്മളിത് വീണ്ടും ചൂടാക്കിയാൽ മതി.
അപ്പോൾ ഈ ഒരു ടൈമിൽ നന്നായിട്ട് ചുറ്റിച്ച് മിക്സ് ചെയ്യണം കറി. അതിനുശേഷം തള വരുമ്പോഴേക്കും പച്ചക്കറി വേപ്പില നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇതുപോലെ ഇങ്ങനെ തിളച്ച് ഫ്ലെയിം ഓഫ് ചെയ്യണേ തൊട്ട് മുമ്പായിട്ട് കറിവേപ്പില ഇട്ട്. അപ്പം നമ്മളുടെ ചെമ്പല്ലി മാങ്ങ പാലുകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ചോറിൻ്റെ ഒപ്പമാണ് അടിപൊളി കോമ്പിനേഷൻ. അതുപോലെ തന്നെ നമുക്ക് അപ്പത്തിൻ്റെ ഒപ്പമോ പുട്ടിൻ്റെയൊക്കെ ഒപ്പം കഴിക്കാനായിട്ടും അടിപൊളിയാണ്. അപ്പോൾ അതേ നല്ല കുറുക്കി തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മീ.